ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യമല്ലാതായി മാറുന്നു. അതായത് ഈ ഭൂപ്രദേശം നമ്മുടെ രാജ്യമല്ലാതായി മാറുന്നു. നമ്മളോട് പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് മാറി ഈ 140 കോടി ജനങ്ങളും പെട്ടെന്ന് വേറൊരു ഭൂപ്രദേശത്തേക്ക് മാറും. അവിടെ ആയിരിക്കും ഇനി ഇന്ത്യ എന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? എന്നാൽ ഇത്തരത്തിലൊരു സംഭവം യഥാർത്ഥത്തിൽ ലോകത്ത് നടന്നിരിക്കുകയാണ്. ഏതാണ് ആ രാജ്യം എന്ന് നമുക്ക് നോക്കാം. ആ രാജ്യത്തിൻ്റെ പേര് ടുവാലുവിൻ എന്നാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ ഈ രാജ്യത്തിൻ്റെ പേര്? അതായത് ടുവാലുവിൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതുവരെ ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു രാജ്യം തന്നെ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. ടുവാലുവിൽ സംഭവിച്ചത് ഇതാണ്. പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ചെറിയ രാജ്യമാണ് ഈ ടുവാലു എന്ന് പറയുന്ന രാജ്യം. അതൊരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സമുദ്രനിരപ്പ് ഉയരുമ്പോൾ മുഴുവൻ രാജ്യവും ഓസ്ട്രേലിയയിലേക്ക് മാറും. അതായത് ഇവിടെ സമുദ്രനിരപ്പ് ഉയരുമ്പോൾ മുഴുവൻ രാജ്യവും ഓസ്ട്രേലിയയ്ക്ക് കുടിയേറിപ്പാർക്കും. ലോകത്തിലെ ആദ്യത്തെ സംഭവമാണിത്. ടുവാലുവിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ടുവാലു പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയേക്കാമെന്ന് ഈ ഗവേഷണവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ രാജ്യത്ത് ടുവാലുവിൻ്റെ പ്രധാനമന്ത്രി എന്ത് പങ്കുണ്ടാവുമെന്നാണ് ഇതുവരെ വ്യക്തമായിട്ടില്ലാത്തത്. അതായത് ഈ രാജ്യം മുഴുവൻ ഓസ്ട്രേലിയയിലേക്ക് മാറിയപ്പോൾ അവിടെ ഈ ടുവാലുവിൻ്റെ ഭരണകൂടത്തിനും ടുവാലുവിൻ്റെ പ്രധാനമന്ത്രിക്കും എന്താണ് പങ്ക് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. എന്തായാലും ടുവാലു രാജ്യം ആകെ 9 സമുദ്രദ്വീപുകൾ ചേർന്നതാണ്. ഈ രാജ്യത്തെ ആകെ ജനസംഖ്യ ഏകദേശം 11,000 മാത്രമാണ്. അതായത് വെറും 11,000 ജനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് അതിൻ്റെ ഉയരം 2 മീറ്റർ മാത്രമാണ്. അതായത് സമുദ്രനിരപ്പ് 2 മീറ്റർ ഉയർന്നാൽ ഈ രാജ്യം തന്നെ മുങ്ങിപ്പോകാൻ തുടങ്ങും. ഇവിടെ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ടുവാലുവിലെ 9 ദ്വീപുകളിൽ 2 വെള്ളത്തിനടിയിലായതായും അവകാശപ്പെടുന്നു. നാസയുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഇവിടെ കടൽ വെള്ളം തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇതുപോലെ ഉയർന്നാൽ 2050 ആകുമ്പോഴേക്കും ഈ ദ്വീപ് രാജ്യം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുമെന്ന് പറയപ്പെടുന്നു. എന്തായാലും 2023 ടുവാലുവും ഓസ്ട്രേലിയയും തമ്മിലൊരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാർ പ്രകാരം എല്ലാ വർഷവും 280 ടുവാലുവൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ അനുവാദമുണ്ടായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ജോലി എന്നിവയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും ഈ പൗരന്മാർക്ക് ലഭിക്കും. ജൂലൈ 16 മുതൽ 18 വരെ പൗരന്മാരുടെ ആദ്യ ബാച്ചിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പൗരന്മാർക്കെല്ലാം പൂർണ്ണ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഓസ്ട്രേലിയയിൽ ലഭിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വാങ് പറഞ്ഞു. അതിനാൽ ഈ വിഷയത്തിൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആവശ്യപ്പെടുകയാണ് ടുവാലു പ്രധാനമന്ത്രി ഫെലിറ്റി ടിയോ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.